നമസ്കാരം. തലയിൽ പെട്ടെന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടുകയോ തലമുടി ഇഴകളിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നുകയും ചെയ്താൽ ചിലപ്പോൾ അത് പേനായിരിക്കും. പേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും പേനും ഈരും ഒന്നാണോ എന്നും നോക്കാം. പേൻ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ കണ്ടുവരുന്ന രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരുതരം ചെറുപ്രാണിയാണ്. പേനുള്ള ഒരാളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് പേൻ സാധാരണയായി പകരുന്നത്. ഉദാഹരണത്തിന് തലയോട് തല ചേരുമ്പോൾ, കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടമായി ഇരിക്കുമ്പോൾ. ചീപ്പ്, ഹെയർ ബ്രഷ്, ടവൽ, തൊപ്പി തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും പേൻ പകരാം. കിടക്കവിരി, തലയിണ എന്നിവ വഴിയും പേൻ പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ കുറവാണ്. പേൻ എന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പ്രാണിയാണ്. ഇതിന് ചലിക്കാനും രക്തം കുടിക്കാനും മുട്ടയിടാനും സാധിക്കും. തലയൊട്ടിയിൽ ഓടി നടക്കുന്ന ചെറിയ ജീവിയാണിത്. ഈര് പേനിൻ്റെ മുട്ടയാണ്. പേൻ തലമുടി ഇഴകളിൽ മുട്ടയിടും. ഈ മുട്ടകളാണ് ഈരുകൾ എന്നറിയപ്പെടുന്നത്. ഇവ സാധാരണയായി തലമുടി ഇഴകളോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കും. താരനെ പോലെ എളുപ്പത്തിൽ ഇളകിപ്പോകില്ല. ഈ ഈരുകൾ വിരിഞ്ഞാണ് പുതിയ പേൻ ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.